ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് സുദാമ ബ്രാഹ്മണനെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന 80-ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ചത്. ജീവാത്മാക്കളുടെ എല്ലാം പരമാത്മാവും പരമപുരുഷനുമായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണന് ഓരോരുത്തരുടെയും ഹൃദയം നന്നായിട്ട് അറിയാം. ബ്രാഹ്മണരായ ഭക്തന്മാരോട് അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു അനുഭാവം ഉണ്ട് താനും. ബ്രാഹ്മണരെ ആരാധിക്കുന്നതിനാൽ അദ്ദേഹം ബ്രഹ്മണ്യദേവൻ എന്നറിയപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ പരമപുരുഷനിൽ പൂർണ്ണമായിട്ടും സമർപ്പിതാത്മാവായിരിക്കുന്ന ഭക്തൻ ബ്രാഹ്മണന്റെ നിലയിലെത്തിയിരിക്കുന്നു എന്ന് പറയാം. ബ്രാഹ്മണനായി തീരാതെ പരബ്രഹ്മത്തെ, അതായത് ഭഗവാൻ കൃഷ്ണനെ പ്രാപിക്കാനാവില്ല. ഭക്തന്മാരുടെ ദുഃഖത്തിന് അറുതി വരുത്തുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമുണ്ട്. അദ്ദേഹമാണ് നിർമ്മല ഭക്തന്മാരുടെ ഏകാശ്രയം. ഇവിടെ ബ്രാഹ്മണനായി തീരാതെ പരബ്രഹ്മത്തെ, അതായത് ഭഗവാൻ കൃഷ്ണനെ പ്രാപിക്കാനാകില്ല എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ആയിട്ടൊരു കുലത്തിൽ ജനിക്കുന്നതിനെ അല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബ്രാഹ്മണപ്രിയൻ എന്ന് ഭഗവാനെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ബ്രഹ്മജ്ഞാനം ലഭിച്ചയാളാണ് ബ്രാഹ്മണൻ. അത് ഈ 4 വർണ്ണത്തിൽപ്പെട്ടവരും ആരായാലും ബ്രഹ്മജ്ഞാനം ലഭിച്ചിട്ടുണ്ടോ അവർക്ക് കൃഷ്ണനെ പ്രാപിക്കാനുള്ള യോഗ്യതയായി എന്നർത്ഥം. ബേസിക് ആയിട്ട് ബ്രഹ്മജ്ഞാനത്തെ ആണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പൊ ബ്രാഹ്മണർക്ക്, അതായത് അനേക ജന്മങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ട് തമോ ഗുണത്തെയും രജോ ഗുണത്തെയും ജയിച്ച് സാത്വിക ഭാവം കൈവരുന്ന ഒരാളാണ് ശരിക്കും ഔദ്യോഗികമായിട്ട് ബ്രാഹ്മണ കുലത്തിൽ ജനിക്കാനിട വരുന്നത്. അതൊരു അർഹത അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണ്. അതിൽ നിന്നുകൊണ്ട് ബ്രഹ്മജ്ഞാനിയാകുക എന്ന് പറയുന്നത് ഈ 3 ഗുണങ്ങളെയും കൂടെ ജയിക്കണം. സത്വഗുണത്തിന്റെ പ്രഭാവം ഒരാളുടെ സ്വഭാവത്തിൽ സ്ഥിരനിഷ്ഠമായിട്ട് നിൽക്കുന്ന ആ ജീവിതത്തിൽ ശരീരം ത്യജിച്ചാൽ പിന്നെ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കാനിടവരും. എങ്കിലും ബ്രാഹ്മണ കുലത്തിൽ ജനിക്കാനിടവന്ന സത്വഗുണ സ്വഭാവിയായിരിക്കുന്ന ഒരു ബ്രാഹ്മണന് പോലും രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും എഫക്റ്റ് കൂടി അവന്റെ സ്വഭാവത്തിൽ ബാധിക്കാനിടവരും. അപ്പൊ ഈ സത്വഗുണത്തിൽ എത്തി നിൽക്കുന്ന, അതിന്റെ പ്രാധാന്യമുള്ള, അതിന്റെ ആവറേജ് സ്വഭാവത്തിൽ കൂടുതലുള്ള ബ്രാഹ്മണൻ ഈ സത്വഗുണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ശാസ്ത്രാദി വേദവൈദിക കർമ്മങ്ങൾ ചെയ്തും ഈ ശാസ്ത്ര വിചാരം ചെയ്തും ആത്മവിചാരം ചെയ്തും അവന് സത്വഗുണത്തെ കൂടെ ജയിക്കാനുള്ള അർഹതയുണ്ട്. സത്വഗുണത്തെ കൂടെ ജയിച്ച ആളാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ബ്രാഹ്മണരെയാണ് ഭഗവാന് പ്രിയം. അത്തരത്തിലുള്ള ബ്രഹ്മജ്ഞാനികളായിരിക്കുന്ന ബ്രാഹ്മണർക്കാണ്, ആ ബ്രഹ്മജ്ഞാനം ലഭിക്കുന്ന ഒരാൾക്ക് മാത്രമേ കൃഷ്ണനെ പ്രാപിക്കാൻ യോഗ്യതയുള്ളൂ എന്നിവിടെ എടുത്തു പറയുന്നു. ആരും അല്ലാതെ തെറ്റിദ്ധരിക്കുന്നത് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിരിക്കുന്ന ആൾക്ക് മാത്രമേ ഈശ്വരനെ പ്രാപിക്കാൻ എന്ന് അർത്ഥമാക്കുന്ന തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ ഇടവരും. ബ്രഹ്മജ്ഞാനം ലഭിച്ചയാളാണ് ഭഗവാൻ ഇവിടെ ഏറ്റവും ആത്യന്തിക പ്രിയനായിട്ട് മാറുന്നതെന്നർത്ഥം. ഭഗവാൻ പോലും അത്തരത്തിലുള്ള ബ്രാഹ്മണരെ ആരാധിക്കും. ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണനെ ആരാധിക്കും എന്നർത്ഥം. അതിന്റെ പ്രതീകാത്മകമായിട്ടാണ് ഇവിടെ ബ്രഹ്മജ്ഞാന തലത്തിലേക്ക് എത്തുന്ന ഒരാൾക്ക് ഭഗവാനെ നേരിട്ട് കാണാനുള്ള യോഗ്യത ലഭിക്കുകയുള്ളൂ. അപ്പൊ ധർമാധർമ്മങ്ങളുടെ വിചിന്തനവും ഗൃഹസ്ഥാശ്രമധർമ്മത്തിനുണ്ടാകുന്ന വീഴ്ചകളും ഒക്കെ ഭഗവാൻ ഈ ബ്രാഹ്മണന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ബ്രഹ്മജ്ഞാന പദത്തിലേക്ക് അതൊക്കെ ഉയർത്താൻ വേണ്ടിയിട്ടാണെന്നർത്ഥം. അപ്പം കുചേലനെ സംബന്ധിച്ച്, സുധാമാവിനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ഒപ്പം കുറെ കാലം പഠിക്കാനും ഒപ്പം താമസിക്കാനും ഗുരുകുലത്തിലൊക്കെ താമസിക്കാനും ഒക്കെ ഇടവന്നു. അതും കഴിഞ്ഞ് ഇപ്പോൾ അവസാന കാലത്തെ ഗൃഹസ്ഥാശ്രമത്തിലെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിക്കൊണ്ട് ഭഗവാനെ ആശ്രയം പ്രാപിച്ചതാണ് കുചേലൻ. അവിടെയും ഒരു ധർമ്മോപദേശം നടത്തുന്നതോടൊപ്പം തന്നെ ഈ ബ്രാഹ്മണനെ ഭഗവാൻ തന്നെ പൂജിക്കുന്ന, ആദരിക്കുന്നതായിട്ടും കാല് കഴുകുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ബ്രഹ്മജ്ഞാന പദത്തിലേക്ക് എത്തുന്ന ഒരു ബ്രാഹ്മണനെ എപ്രകാരം ആരാധിക്കുന്നോ
ആ ഒരു തലത്തിലേക്ക്, ആ ഒരു യോഗ്യതയിലേക്ക് എത്തുന്ന ഏതൊരു മനുഷ്യനെയും, ദേവനായാലും വേണ്ടില്ല, അവിടെ ഭഗവാൻ അവരെ യഥാവിധി ഭക്തനും ഭഗവാനും ഒന്നാകുന്ന അവസ്ഥയിലേക്ക് എത്തും. അതാണ് ഏറ്റവും വലിയ ബ്രഹ്മനിഷ്ഠന്മാരാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ മഹാബലി ചരിതം തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൽ വാമനും ബ്രഹ്മനിഷ്ഠനായിട്ട് കാണാൻ നമുക്ക് സാധിക്കും, മഹാബലിയെ ബ്രഹ്മനിഷ്ഠനായിട്ട് കാണാൻ സാധിക്കും, അതോടൊപ്പം ശുക്രാചാര്യരെ ബ്രഹ്മനിഷ്ഠനായിട്ട് കാണാൻ സാധിക്കും. അവിടെ വ്യവഹരിക്കുമ്പം അവരവരുടെ പദവിയിലുള്ള സ്വഭാവത്തെ പ്രകടമാക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും യഥാർത്ഥത്തിൽ തൻ്റെ സ്വഭാവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യം, പറയേണ്ട കാര്യം ഒക്കെ കൃത്യമായിട്ട് പറയുകയും അവിടെയൊക്കെ യഥാർത്ഥത്തിൽ ബ്രഹ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിൽക്കുന്ന ഈ 3 പേരെയും 3 ബ്രഹ്മനിഷ്ഠനായിട്ട് കരുതിക്കൊണ്ട് 3 പേരും പൂജാർഹരാണെന്നർത്ഥം, ആരാധിക്കാൻ. അപ്പൊ ഇവിടെ ബ്രാഹ്മണനെ ഇവിടെ എടുത്തു പറയുന്ന, ഞാൻ എടുത്തു പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ, പൂർണ്ണമായിട്ട് സമർപ്പിതാത്മമായ ഭക്തൻ ബ്രാഹ്മണന്റെ നിലയിലെത്തിയിരിക്കുന്നു എന്ന് പറയാം. ബ്രാഹ്മണൻ ആയിത്തീരാതെ ബ്രഹ്മത്തെ, പരബ്രഹ്മത്തെ, അതായത് ഭഗവാൻ കൃഷ്ണനെ പ്രാപിക്കാനാവുന്നില്ല. ബ്രാഹ്മണനായി തീരാതെ ആർക്കും പരബ്രഹ്മത്തെ പ്രാപിക്കാൻ അഥവാ കൃഷ്ണനെ പ്രാപിക്കാൻ സാധ്യമല്ല എന്നിവിടെ വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ സാധാരണ നാം കണക്കാക്കുന്ന ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച 3 ആൾക്ക് മാത്രമേ ഈശ്വരപ്രാപ്തി സാധ്യമുള്ളൂ എന്ന് തെറ്റായിട്ട് നാം ധരിക്കരുത്. ഇവിടെ ബ്രാഹ്മണൻ ഉദ്ദേശിക്കുന്ന ബ്രഹ്മജ്ഞാനികളെയാണ്, ബ്രഹ്മനിഷ്ഠനെയാണ്. അതുകൊണ്ട് ഭക്തന്മാരുടെ ദുഃഖത്തിന് അറുതി വരുത്തുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമുണ്ട് താനും. അദ്ദേഹമാണ് നിർമ്മല ഭക്തന്മാരുടെ ഏക ആശ്രയം. അപ്പൊ കറകളഞ്ഞ ഭക്തന്മാരുടെ ഏതവസ്ഥയിലും അവർ ആശ്രയിക്കുന്ന ഭഗവാനെ തന്നെ ആയിരിക്കും എന്നർത്ഥം. തങ്ങളുടെ പഴയ ബന്ധത്തെക്കുറിച്ച് സുധാമാവ് ആയിട്ട് ഭഗവാൻ ദീർഘനേരം സംഭാഷണത്തിൽ മുഴുകി. തുടർന്ന് പണ്ടത്തെ സുഹൃത്തിന്റെ സമ്പർക്കം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണൻ മന്ദഹസിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട സുഹൃത്തെ, എന്താണ് അന്ന് നമുക്കായി കൊണ്ടുവന്നിട്ടുള്ളത്? എന്തെങ്കിലും സ്വാദിഷ്ടമായ ഭോജ്യങ്ങൾ അങ്ങയുടെ പത്നി നമുക്കായി അയച്ചിട്ടുണ്ടോ? ഈ സംഭാഷണത്തിനിടയിൽ ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തെ നോക്കി സ്നേഹപൂർവ്വം പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം തുടർന്നു, പ്രിയപ്പെട്ട സുഹൃത്തെ, അങ്ങയുടെ ഗ്രഹത്തിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഉപഹാരം എന്താണ് എന്ന് ചോദിച്ചു. അപ്പം അത് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ആ ഒരു സുഹൃത്തിനെ കാണാൻ വന്നത്. അപ്പൊ ഭഗവാൻ പ്രത്യേകിച്ചും താൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അടുത്തേക്ക് വരുമ്പം വെറും കൈയോടെ വരാൻ സാധ്യതയില്ലെന്ന് ഭഗവാൻ അറിയാം. അപ്പൊ എനിക്കായിക്കൊണ്ട് എന്താണ് അങ്ങ് കൊണ്ടുവന്നിരിക്കുന്നത്, അഥവാ അങ്ങയുടെ ഭക്തി എനിക്ക് സമർപ്പിക്കാനായിക്കൊണ്ട് എന്താണ് തന്നു വിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. വാസ്തവത്തിൽ തനിക്ക് ഭക്ഷിക്കാൻ യോഗ്യമല്ലാത്ത നിസ്സാരമായ അവൽ തനിക്ക് തരാൻ സുധാമാവ് മടി കാണിക്കുന്നു എന്ന് ഭഗവാൻ കൃഷ്ണന് മനസ്സിലായി. സുധാമാവിന്റെ മനസ്സറിഞ്ഞ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തെ, സത്യത്തിൽ നമുക്ക് ഒന്നിൻ്റെയും ആവശ്യമൊന്നുമില്ല. എന്നാൽ സ്നേഹസൂചകമായിട്ട് നമ്മുടെ ഭക്തന്മാർ എന്തെങ്കിലും സമർപ്പിച്ചാൽ അത് എത്ര നിസ്സാരമായാലും സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിക്കും. നേരെ മറിച്ച് ഭക്തിശൂന്യർ എത്ര വിലപ്പെട്ട വസ്തുക്കൾ തന്നാലും അത് സ്വീകരിക്കാൻ നമുക്ക് ഇഷ്ടവുമല്ല. ഭക്തിയോടും പ്രേമത്തോടും കൂടി സമർപ്പിക്കുന്ന മാത്രമേ നാം സ്വീകരിക്കുകയുള്ളൂ. അപ്പം ഭക്തിയോടും പ്രേമത്തോടും കൂടി സമർപ്പിക്കുന്നത് മാത്രമേ നാം സ്വീകരിക്കുകയുള്ളൂ. നമ്മുടെ നിർമ്മല ഭക്തന്മാർ ഒരു പൂവോ ഒരു ഇലയോ അല്പം ജലമോ അതുപോലെ നിസ്സാരമായ ഏത് വസ്തുവും ഭക്തിയുത സേവനം കൊണ്ട് പൂരിതമാക്കി സമർപ്പിച്ചാൽ സന്തോഷപൂർവ്വം സ്വീകരിക്കും എന്ന് മാത്രമല്ല, സന്തോഷത്തോടെ ഭക്ഷിക്കുകയും ചെയ്യും. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അവൽ താൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുമെന്ന് സുധാമ ബ്രാഹ്മണന് ഉറപ്പ് കൊടുത്തിട്ടും ലജ്ജ മൂലം അത് ഭഗവാൻ സമർപ്പിക്കാൻ സുധാമാവ് തയ്യാറായില്ല. മടി കാണിച്ചു. അദ്ദേഹം വിചാരിച്ചു, ഇത്ര നിസ്സാരമായ വസ്തുക്കൾ ഇതെങ്ങനെയാണ് കൃഷ്ണന് കൊടുക്കുന്നത്? ഇങ്ങനെ ചിന്തിച്ച് അദ്ദേഹം തല മുമ്പിട്ടിരുന്നു. ഇവിടെ ഭഗവാൻ പറയുന്നത്, പത്രം പുഷ്പം ഫലം തോയോ മേ ഭക്ത്യാ പ്രയച്ഛതി. ആര് തന്നെ ഈ
എന്തു തന്നെ ആത്മാർത്ഥ ഭക്തി പുരസരം എനിക്കായിക്കൊണ്ട് സമർപ്പിച്ചു അതിനെ സന്തോഷത്തോടു സ്വീകരിക്കും എന്ന് ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട്. ഇവിടെ സുധാമാവിനോട് പറയുന്നു, ഭക്തിശൂന്യർ എത്ര വിലപ്പെട്ട വസ്തുക്കൾ തന്നാലും ഞാനത് സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ആരാണോ എത്ര നിസ്സാരമായാലും വേണ്ടില്ല, ഭക്തന്മാർ എന്തെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചാൽ നിസ്സാരമായാൽ പോലും ഒരു തുളസിക്കതിരായാൽ പോലും ഞാൻ സസന്തോഷം സ്വീകരിക്കുന്നതാണ് എന്ന് മാത്രമല്ല, ഭക്തിയോടും പ്രേമത്തോടും കൂടി സമർപ്പിക്കുന്നവ മാത്രമേ ഞാൻ സ്വീകരിക്കാറുള്ളൂ. നമ്മുടെ നിർമ്മല ഭക്തർ ഒരു പൂവോ ഒരു ഇലയോ അല്പം ജലമോ അതുപോലെ നിസ്സാരമായ ഏത് വസ്തുവും ഭക്തിയുത സേവനം കൊണ്ട് പൂരിതമാക്കി സമർപ്പിച്ച സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. മാത്രമല്ല സന്തോഷത്തോടെ ഭക്ഷിക്കുകയും ചെയ്യും. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അവൽ താൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുമെന്ന് സുദാമാവിന് ഉറപ്പ് കൊടുത്തിട്ടും തൻ്റെ ലജ്ജ കൊണ്ട് അത് ഭഗവാന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പോലും ആ ബ്രാഹ്മണൻ മടി കാണിച്ചു. അദ്ദേഹം വിചാരിച്ചു, ഇത്ര നിസ്സാരമായ വസ്തുക്കൾ ഞാൻ എങ്ങനെയാണ് ഈ പരമപുരുഷന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്? എല്ലാവരുടെയും ഹൃദയത്തിലും ഉള്ള എല്ലാ കാര്യങ്ങളിലും പരമാത്മാവായ കൃഷ്ണന് നന്നായി അറിയാം. ഓരോരുത്തരുടെയും സ്ഥിര നിശ്ചയവും ആവശ്യവും അദ്ദേഹത്തിന് അറിയാം. അതിനാൽ സുധാമാ വിപ്രൻ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അദ്ദേഹത്തിന് അറിയാം. അടുത്ത ദാരിദ്ര്യം മൂലം പത്നിയുടെ അപേക്ഷ അനുസരിച്ചാണ് അദ്ദേഹം വന്നിരിക്കുന്നതെന്ന് ഭഗവാന് നന്നായിട്ട് മനസ്സിലായി. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും സഹപാഠിയുമായ സുധാമാവിൻ്റെ സൗഹൃദത്തിൻ്റെ ആഴമറിയുന്ന ഭഗവാന് ആ സൗഹൃദം സുധാമാവ് ഒരിക്കലും ഭൗതിക നേട്ടത്തിന് വേണ്ടിയുള്ള അഭിലാഷം കൊണ്ട് ആക്കിയിട്ടില്ലെന്നും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. കൃഷ്ണൻ ചിന്തിച്ചു, സുധാമാവ് വന്നിരിക്കുന്നത് തന്നോട് എന്തെങ്കിലും ചോദിക്കാനല്ല, കാര്യം നിർബന്ധിക്കിയാൽ അവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് എന്നെ കാണാൻ വന്നതാണ്. അതിനാൽ സ്വർഗാധിപതിയായിരിക്കുന്ന ഇന്ദ്രന് പോലും സങ്കല്പിക്കാവുന്നത് അത്ര സമ്പത്തും ഐശ്വര്യവും അദ്ദേഹത്തിന് നൽകുമെന്ന് ഭഗവാൻ കൃഷ്ണൻ തീരുമാനിച്ചു. എന്തായാലും കൊണ്ടുവന്നത് തൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പോലും സുധാമാവിന് മടിയായി. അതുകൊണ്ട് ലജ്ജ തോന്നി. ഇത്ര നിസ്സാരമായ ഒരു അഭിഭൂതി എങ്ങനെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുക എന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ധരിച്ചു നടത്തി. തൻ്റെ ഉറ്റമ സുഹൃത്തും സഹപാഠിയുമായിരിക്കുന്ന ഈ ബ്രാഹ്മണന്റെ സുധാമാവിന്റെ സൗഹൃദത്തിന്റെ ആഴമേറിയ ആ ഭഗവാൻ അത് നന്നായിട്ട് അറിയാവുന്ന ആ സൗഹൃദം സുധാമാവ് ഒരിക്കലും ഭൗതികമായ നേട്ടത്തിന് വേണ്ടി അഭിലാഷം കൊണ്ട് ആക്കിയിട്ടില്ലെന്നും അതൊരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നും ഭഗവാന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഭഗവാൻ ചിന്തിച്ചു, സുധാമാവ് വന്നിരിക്കുന്നത് തന്നോട് എന്തെങ്കിലും ചോദിക്കാനല്ല, ഭാര്യ നിർബന്ധിക്കിയാൽ അവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് എന്നെ കാണാൻ വന്നതാണ്. അതിനാൽ സ്വർഗാധിപതിയായിരിക്കുന്ന ഇന്ദ്രന് പോലും സങ്കല്പിക്കാനാവാത്ത അത്ര സമ്പത്തും ഐശ്വര്യവും അദ്ദേഹത്തിന് നൽകുമെന്ന് ഭഗവാൻ കൃഷ്ണൻ തീരുമാനിക്കുകയും ചെയ്തു. ഇത് പണ്ടേ കൊടുക്കാമായിരുന്നു. പക്ഷേ ഈ ഒരു സമർപ്പണ ബുദ്ധിയോടുകൂടി സുധാമാവ് ഒരിക്കലെങ്കിലും വന്ന് ഭഗവാനെ നേരത്തെ കാണാൻ തയ്യാറായാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ ഇത് പണ്ടേ ഈ ദാരിദ്ര്യമൊന്നും അനുഭവിക്കേണ്ട ആവശ്യകതയില്ലായിരുന്നു. പക്ഷേ ചിലർക്ക് ചില അനുഭവങ്ങളിലൂടെ മാത്രമേ ഭഗവാനോട് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്താൽ പോലും പ്രകർഷേണ ഭക്തി കൊണ്ട് നടക്കുന്നവരായാലും വേദവൈദിക കർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണനായാലും വേണ്ടില്ല, സമയം വരുമ്പോൾ മാത്രമേ ചിലപ്പോൾ ഭഗവാനോട് നേരിട്ട് ബന്ധപ്പെടാനുള്ള ആ ഒരു കാലമൊക്കെ വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒടുവിൽ പാവം സുധാമാവിൻ്റെ തോളിൽ തൂങ്ങിയിരുന്ന ഭാണ്ഡം ഭഗവാൻ കയ്യിൽ ആക്കി, അതായത് പിടിച്ചെടുത്തു. ഇതെന്താണ് സുഹൃത്തെ? ഹായ് സ്വാദിഷ്ടമായ ഒന്നാന്തരം ആവിലോ. അദ്ദേഹം സുധാമാവിനെ പ്രോത്സാഹിപ്പിച്ചു. ഈ അവൽ നമ്മെ മാത്രമല്ല പ്രപഞ്ചത്തെ മുഴുവൻ തൃപ്തിപ്പെടുത്താവുന്നതാണ്. എല്ലാറ്റിൻ്റെയും ആദിമ പ്രഭാവം ഭഗവാൻ ആകിയാൽ പ്രപഞ്ച സൃഷ്ടിയുടെ മുഴുവൻ നാരായ വേരാണ് ഭഗവാൻ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെള്ളമൊഴിച്ചാൽ ഉടൻ തന്നെ അത് വൃക്ഷത്തിന്റെ എല്ലാ ഭാഗത്തും വിതരണം ചെയ്യപ്പെടുന്നത് പോലെ കൃഷ്ണന് എന്ത് തന്നെ സമർപ്പിച്ചാലും അത് പ്രപഞ്ച പ്രാണനാണ്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിനായിക്കൊണ്ടാണ് സമർപ്പിക്കുന്നത്. അഥവാ കൃഷ്ണന് വേണ്ടി ചെയ്യുന്നതെന്തും എല്ലാവർക്കും വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനമായിട്ട് കരുതണം. കാരണം ആ സമർപ്പണത്തിന്റെ ഫലം പ്രപഞ്ചമെങ്ങും വിതരണം ചെയ്യപ്പെടുന്നു. കൃഷ്ണപ്രേമം സമസ്ത ജീവാത്മാക്കൾക്കുമായിട്ട് വിതരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഭഗവാനായിക്കൊണ്ട് എന്തെങ്കിലും ആത്മബുദ്ധിയോടുകൂടി സമർപ്പിച്ചാൽ അത് ഈ
പരബ്രഹ്മത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഭാവത്തിലാണ് ഭഗവാൻ സ്വീകരിക്കുക എന്നർത്ഥം. അപ്പം കേവലം ഒരു തുളസിപ്പൂ പോലും ഭഗവാനോട് ഭക്തി പുരസ്സരം സമർപ്പിച്ചാൽ അത് ലോക നന്മയ്ക്കായിക്കൊണ്ട് ആ പ്രപഞ്ചത്തിൻ്റെ അധിപനായിരിക്കുന്ന പ്രപഞ്ച ഗുരുവായിരിക്കുന്ന ഗുരുവായൂരപ്പനാണ് സമർപ്പിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാണ്. അപ്പം അതുകൊണ്ട് സുധാമാവുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ ഭഗവാൻ കൃഷ്ണൻ ഒരു പിടി അവൽ ഭാണ്ഡത്തിൽ നിന്ന് വാരി ഭക്ഷിച്ചു. രണ്ടാമതും വാരാൻ തുടങ്ങിയപ്പോൾ സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെ ആയ രുക്മിണി ദേവി ഭർത്താവിൻ്റെ കയ്യിൽ പിടിച്ചു. അത് തടഞ്ഞു. ഭർത്താവിൻ്റെ കൈ പിടിച്ചു കൊണ്ട് രുക്മിണി പറഞ്ഞു, ഈ ഒരു പിടി അവൽ അത് സമർപ്പിച്ച ആളിന് ഈ ജന്മവും അടുത്ത ജന്മവും അളവറ്റ ഐശ്വര്യങ്ങൾ അനുഭവിക്കാൻ കാരണമായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു പിടി അവൽ അങ്ങേക്ക് അത്യന്തം സന്തോഷം തരുന്നു. അങ്ങ് ഭക്തന്മാരുടെ പേരിൽ എത്ര കാരുണ്യമുള്ളവനാണ്. അങ്ങയുടെ ആനന്ദം ഭക്തന് ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും ഐശ്വര്യവും സമ്പത്തും നൽകുക തന്നെ ചെയ്യും. അപ്പൊ ഭഗവാൻ ഒരു തുള്ളി ജലമെങ്കിലും നമ്മളിൽ നിന്ന് സ്വീകരിച്ചാൽ തന്നെ അത് വലിയൊരു വരപ്രസാദത്തിന് കാരണമാകും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒരു പിടി അവല് കഴിച്ചപ്പോൾ തന്നെ ഈ ബ്രാഹ്മണന് ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലേക്കും എല്ലാവിധ അഷ്ട ഐശ്വര്യങ്ങളും കൊടുക്കാനുള്ള വകയായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒരു പിടിയും കൂടെ കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് രുക്മിണി ദേവി സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെയാണ് ഭഗവാന്റെ കയ്യിൽ പിടിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങയുടെ ഭക്തന്മാരുടെ പേരിൽ എത്ര കാരുണ്യം, അത്യന്തം സന്തോഷം തരുന്നു. അങ്ങ് ഭക്തരുടെ പേരിൽ എത്ര കാരുണ്യമുള്ളവനാണ്. അങ്ങയുടെ ആനന്ദം ഭക്തന് ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും ഐശ്വര്യവും സമ്പത്തും നൽകും. ഭക്തി വാത്സല്യങ്ങളോടെ ഭഗവാൻ കൃഷ്ണന് ഭക്ഷണം സമർപ്പിക്കുകയും ഭഗവാൻ അത് സന്തോഷത്തിൽ സ്വീകരിക്കുകയും ചെയ്താൽ ഐശ്വര്യ ദേവതയായിരിക്കുന്ന രുക്മിണി ദേവി സ്വയം ആ ഭക്തന്റെ ഗൃഹത്തിലെത്തി അതിനെ ലോകത്തിലെ ഏറ്റവും ഐശ്വര്യം നിറഞ്ഞ ഗ്രഹമാക്കി തീർക്കാൻ നിർബന്ധിതയായി തീരുന്നതാണ്. ഭഗവാൻ നാരായണനെ സമർത്ഥ്യമായിട്ട് ഊട്ടിയാൽ ഐശ്വര്യ ദേവത അനുഗ്രഹിക്കും എന്നാണ് ഇതിന്റെ പ്രത്യേകത. ഭഗവാനെ സന്തോഷത്തോടുകൂടി നമ്മൾ എന്തെങ്കിലും സമർപ്പിച്ചാൽ അതിൽ കൂടുതൽ സന്തോഷിക്കുന്നത് ലക്ഷ്മി ദേവി ആയിരിക്കും. ഭഗവാന്റെ സഹധർമ്മിണിയായിരിക്കുന്ന ലക്ഷ്മി ദേവിയാണ് സന്തോഷിക്കുന്നത്. അതിൽ നിന്ന് അഷ്ട ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതാണ് പറയുന്നത്. ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം.